അപ്പോൾ വണ്ടി നമുക്ക് ഓടിച്ച് നോക്കാം. മനസ്സേ നീ കയറിക്കൂ ഗൈസ്. അപ്പോൾ വണ്ടി റൈസ് ആയിക്കൊണ്ടിരിക്കുന്നു, വണ്ടി വലിക്കുന്നില്ല ഗൈസ്. അപ്പോൾ പണി കിട്ടി, മനസ്സ് ഇറങ്ങി തള്ളേണ്ടി വരും. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വണ്ടി തേരി ഒട്ടും വലിക്കുന്നില്ല, ഒരു ചെറിയ തേരി പോലും വണ്ടി വലിക്കുന്നില്ല ഗൈസ്. അങ്ങനെ ഈ ക്ലച്ചിന്റെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കുക. റിവേറ്റൊക്കെ നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്, പ്രഷർ പ്ലേറ്റ് നല്ല പഴുത്തിട്ടുണ്ട്. ആ ഒരു കംപ്ലൈന്റ് ആണ്. ഈ റിവേറ്റ് എല്ലാം പിടിച്ചിട്ടുണ്ട്, കട്ടി നല്ല കുറഞ്ഞിട്ടുണ്ട്. ഇത് ക്ലച്ച് അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് ഗൈസ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ സേതു ഷാജാൻ. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് 2016 ടാറ്റ എയ്സ് ആണ്. അപ്പോൾ ഈ ടാറ്റ ഐസിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ക്ലച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ക്ലച്ച് വണ്ടി ഓടുമ്പോൾ നല്ലതുപോലെ റൈസ് ആയിക്കൊണ്ടിരിക്കും. ആ ഒരു കംപ്ലൈൻ്റ് ആണ് ഈ ഒരു ടാറ്റ ഐസിന്. അപ്പോൾ വണ്ടി കസ്റ്റമർ കൊണ്ടുവന്നു. ഇനി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കി വണ്ടി കൺഫേം ചെയ്യണം, ഇത് ക്ലച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണോ അതോ വണ്ടി മിസ്സിങ് പ്രോബ്ലം ആണോ എന്ന് നമുക്ക് കൺഫേം ചെയ്തിട്ട് മാത്രമേ നമ്മൾ റാമ്പിൽ കയറ്റി വണ്ടി ക്ലച്ച് ഒന്ന് ഇളക്കും. ക്ലച്ചിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വാഹനം ഉണ്ടെങ്കിൽ ക്ലച്ച് വണ്ടി റൈസ് ആവുന്ന രീതിക്കാണെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലച്ച് ഫ്ലൈ വീലും കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലായിരിക്കും. പിന്നെ എല്ലാ സാധനവും അടിച്ചു പോകും. നമ്മളിപ്പോൾ ഗിയർ ബോക്സ് വരെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലായിരിക്കും. നിങ്ങൾ ഇങ്ങനെ വെച്ച് ഓടുകയാണെങ്കിൽ. അപ്പോൾ ക്ലച്ച് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് ഇതുപോലെ ചേഞ്ച് ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് ക്ലിയർ ചെയ്യണം. വണ്ടി ഓടിച്ചു നോക്കി. ഈ തേര് കയറുമ്പോഴാണ് വണ്ടി റൈസ് ആയിക്കൊണ്ടിരിക്കും, വണ്ടി വലിക്കില്ല ആ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞത്. ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് തേരിൽ ഒരു ചെറിയൊരു തേരിലേക്ക് വണ്ടി ഓടിച്ചു നോക്കാം. ഫസ്റ്റ് ഗിയറിൽ പോലും വണ്ടി വലിക്കുന്നില്ല എന്നാണ് കസ്റ്റമർ എന്നോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഓടിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച് നമുക്ക് ക്ലച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വണ്ടി ഓടിച്ചു നോക്കി കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച് ക്ലച്ച് മാറി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഓയിലിക്കൊണ്ട് ഇതാണ് ടൈമിംഗ് ചെയിനിന്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോളാറിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ്. ഇപ്പോൾ ഞാനും ഒരുപാട് ആഗ്രഹിച്ചു ഒരു മിനി കൂപ്പർ സ്വന്തമാക്കണമെന്ന്. വണ്ടി നമുക്ക് ഓടിച്ചു നോക്കാം. മനസ്സേ നീ കയറിക്കൂ. അപ്പോൾ ഇത് സെൻസർ വണ്ടിയല്ല, ഇത് വണ്ടി സാധാ വണ്ടിയാണ്, സാധാ മാനുവൽ വണ്ടിയാണ്. സെൻസർ അധികമൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൽ വരുന്നപ്പോൾ ഹീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ സമയത്തൊക്കെ 2-3 വട്ടം ഹീറ്റ് ചെയ്യണം. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടി നമുക്ക് ഇനി ഓടിച്ച് നോക്കാം. മനസ്സിലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയർ ഒക്കെ ഇട്ടിട്ടുണ്ട്. ക്ലച്ച് ചവിട്ടുമ്പോൾ തന്നെ നല്ല ചെറിയൊരു ഹാർഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല ടൈറ്റ് പോലെ. പിന്നെ ക്ലച്ചിൻ്റെ കേബിളും ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. ക്ലച്ചിൻ്റെ ഇതും കാണിച്ചോളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നല്ല ഹാർഡാണ് ചവിട്ടാനൊക്കെ. ഇങ്ങനെ നമുക്കിപ്പോൾ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടിങ് ആയി. നമ്മളിപ്പോൾ വണ്ടി ക്ലച്ച് ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി കാലെടുക്കുമ്പോൾ വണ്ടി മൂവ് ആവുന്നില്ല. ഒരുപാട് ഫുള്ള് നമ്മൾ കാലെടുത്താൽ മാത്രമേ വണ്ടി ജസ്റ്റ് ഒന്ന് അനങ്ങത്തുള്ളൂ. ആ ഒരു രീതിക്കാണ്. ക്ലച്ച് കംപ്ലൈൻറ്റ് വന്നാൽ ഈ ഒരു കംപ്ലൈൻറ്റ് ആയിരിക്കും. ഇനി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം ഈ വണ്ടി ഗൈസ്. അപ്പോൾ വണ്ടി റൈസ് ആയിക്കൊണ്ടിരിക്കുന്നു, വണ്ടി വലിക്കുന്നില്ല ഗൈസ്. അപ്പോൾ പണി കിട്ടി, മനസ്സ് ഇറങ്ങി തള്ളേണ്ടി വരും. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വണ്ടി തേരി ഒട്ടും വലിക്കുന്നില്ല, ഒരു ചെറിയ തേരി പോലും വണ്ടി വലിക്കുന്നില്ല. ആ ഒരു രീതിക്കാണ്. ഇതിപ്പോൾ വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി വഴിയില്ല, ആ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ താഴ്ന്നേ ഫസ്റ്റ് ഗിയറിട്ട് കയറി പോയാൽ വണ്ടി നിന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ജസ്റ്റ് ഒന്ന് കയറി പോവും. പക്ഷെ അവിടെ വെച്ച് തേരിയിൽ വെച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വണ്ടി മൂവ് ആവത്തില്ല. ആ ഒരു കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ വണ്ടി സ്ട്രെയിറ്റ് റോഡിലും വണ്ടി പോകാനും വളരെയധികം പാടാണ്. വണ്ടി റൈസിങ് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പിക്കപ്പും കാര്യങ്ങളും ടാറ്റ എയ്സും ഏത് വാഹനമായാലും വണ്ടി വലിക്കുന്നില്ല, റൈസ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ ഫ്ലൈ വീലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ വണ്ടി ഒട്ടും വലിക്കുന്നില്ല, ആ ഒരു രീതിക്കാണ്. നമ്മളിപ്പോൾ വണ്ടി റൈസിങ് മാത്രമേ ഉള്ളൂ. വണ്ടി റൈസ് ആയിക്കൊണ്ടിരിക്കും. വണ്ടി ക്ലച്ച് ഡിസ്ക് നമ്മൾ ഫ്രീ ആയിട്ട്, കാരണം ക്ലച്ച് ഡിസ്ക് കട്ടി കുറഞ്ഞ് നല്ല രീതിക്ക് തേഞ്ഞു പോയി ഫ്രീ ആയിട്ട് കറങ്ങുന്ന അവസ്ഥയിലാണ്. നമ്മളിപ്പോൾ ക്ലച്ച് ചവിട്ടി വെക്കുമ്പോൾ എങ്ങനെ ആ ഒരു രീതിക്കാണ് നമ്മളിപ്പോൾ വണ്ടി ഓടുമ്പോൾ. ക്ലച്ച് ഹാഫ് ക്ലച്ചിൽ വണ്ടി ഓടുമ്പോൾ ഇപ്പോൾ വണ്ടി സ്ട്രെയിറ്റ് റോഡിൽ പതുക്കെ ഇങ്ങനെ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഇനി തേരി കയറുമ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. തേരി കയറിയിട്ട് ജസ്റ്റ് തിരിച്ചിറങ്ങി ഒന്ന് ഇറക്കണം. എങ്ങനെയെങ്കിലും വർക്ക്ഷോപ്പ് എത്തിക്കാം നമുക്ക് ഓടിച്ച് നോക്കിയിട്ട്. അപ്പോൾ ഇതാണ് കംപ്ലൈൻറ്റ്. ഇപ്പോൾ ക്ലച്ച് മാറുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ
ക്ലച്ച് ഡിസ്കും അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റും ഒരുമിച്ച് ജോഡിയായിട്ട് വാങ്ങിയിടാൻ നോക്കണം. ഡിസ്ക് മാത്രം മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യത്തില്ല. വണ്ടി ഗിയറൊക്കെ വിടാൻ ഭയങ്കര ടൈറ്റ് ആയിരിക്കും ചില സമയത്ത്. അതുപോലെ തന്നെ വണ്ടി തേരി കയറുമ്പോൾ ജെർക്കിങ് കാര്യങ്ങൾ, വൈബ്രേഷൻ, ഒതർച്ച ആ ഒരു രീതിക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ തേരിയിൽ ജസ്റ്റ് ഒന്ന് കയറുകയാണെങ്കിൽ, ഇപ്പൊ താഴെ ആ ഒരു ഗിയറിൽ തന്നെ പോവുകയാണെങ്കിൽ ജസ്റ്റ് കയറി പോകും. പക്ഷെ അവിടെ തേരി വെച്ച് നിർത്തുകയാണെങ്കിൽ വണ്ടി റൈസ് ആയിക്കൊണ്ടിരിക്കും, പിന്നെ പണി പാളും. ആ ഒരു രീതിക്കാണ് നമ്മളെ ക്ലച്ച്. ഇപ്പോ ഒരു തേർഡ് ഗിയറിൽ ജസ്റ്റ് ഒന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്, ചെറിയൊരു കയറ്റമാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പൊ വണ്ടി കയറുന്നില്ല ഗൈസ്, വണ്ടി റൈസിങ് മാത്രമേ ഉള്ളൂ. ഇനി ഗിയർ ഡൗൺ ചെയ്ത് നമുക്ക് കയറി നോക്കാം. അപ്പൊ സെക്കൻഡ് ഗിയർ ആണ്, ജസ്റ്റ് ഒന്ന് അനങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിവിടെ വണ്ടി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് വണ്ടി തള്ളേണ്ടി വരും, ആ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ വണ്ടി റൈസായി തുടങ്ങുമ്പോൾ തന്നെ വണ്ടി വർക്ക്ഷോപ്പിൽ കാണിച്ച് ക്ലച്ച് മാറേണ്ടതാണ്. ഇപ്പൊ നമ്മളിവിടെ തേരിയിൽ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോകണം. വണ്ടി തേരി ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ വണ്ടി ഇപ്പൊ പോകുന്നില്ല, ആ ഒരു അവസ്ഥയിലാണ്. വണ്ടി ക്ലച്ച് ചവിട്ടി വണ്ടി റൈസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പൊ വണ്ടി പോകുന്നില്ല, ആ ഒരു രീതിക്കാണ്. മനസ്സിൽ പണിപാളിയാ, വണ്ടി പോകുന്നില്ല, റൈസിങ് മാത്രമേ ഉള്ളൂ, തള്ളേണ്ടി വരും. എങ്ങനെയും നോക്കട്ടെ. അപ്പൊ ഫസ്റ്റ് ഗിയർ ഇട്ട് ജസ്റ്റ് ഒന്ന് അനങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് തിരിച്ചിറക്കമാണ്, നേരെ വർക്ക്ഷോപ്പിലോട്ട് പോയി ക്ലച്ച് ഒന്ന് മാറി നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഓടിച്ചു പോയി ക്ലച്ച് കൺഫേം ആയിട്ട് കംപ്ലൈന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ക്ലച്ച് കംപ്ലൈന്റ് ആണ്. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിൽ പോയി മാറാം. പിന്നെ നിങ്ങൾ എവിടെ വെച്ച് എപ്പോൾ മാറിയാലും ഏത് വർക്ക്ഷോപ്പിലായാലും ഒറിജിനൽ പാഴ്സ് തന്നെ, ജിനിയൻ പാഴ്സ് തന്നെ വാങ്ങി യൂസ് ചെയ്യാൻ നോക്കണം. ഇപ്പൊ നമ്മൾ ടാറ്റയുടെ വണ്ടി ആയതുകൊണ്ട് ടാറ്റയുടെ ഒറിജിനൽ പാഴ്സാണ് നമ്മൾ വാങ്ങി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാരുതി, ഏത് കമ്പനി ആയാലും ജിനിയൻ പാഴ്സ് വാങ്ങി യൂസ് ചെയ്താൽ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രമിക്കണം. ഇത് ബാക്ക് വീൽ ഡ്രൈവ് ആണ്, റിയർ വീൽ ഹൗസിംഗ് വരും. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി ഡിഫറൻസ് വഴി കറങ്ങുന്ന രീതിയാണ്. ഫ്രണ്ടിൽ എഞ്ചിൻ വരും, ബാക്ക് ഡ്രൈവ് വീലാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇതിന്റെ ഗിയർ ബോക്സ് ഇളക്കി ക്ലച്ച് ഒന്ന് റീപ്ലേസ് ചെയ്യാം. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി, കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ വണ്ടി റാമ്പിലോട്ട് കയറ്റിയിട്ടുണ്ട്. റാമ്പിൽ കയറ്റിയാൽ ഏറ്റവും എളുപ്പം രീതിയാണ്. അപ്പോൾ നമ്മൾ റാമ്പിൽ കയറ്റി ഇനി നമ്മൾ ഇതിൻ്റെ ഗിയർ ബോക്സ് ഇളക്കി മാറണം. ഫ്രണ്ടിലാണ് എഞ്ചിൻ വരുന്നത്. ഇത് 2 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ എഞ്ചിനെ തൊട്ട് ബാക്കിലായിട്ട് ഗിയർ ബോക്സ് വരും. അപ്പോൾ ബാക്ക് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി ഡിഫറൻസിൽ ആണ് കറക്കം കിട്ടി നമുക്ക് വീൽ വണ്ടി ഓടുന്നത്. അങ്ങനെ ഗിയർ ബോക്സ് ഇളക്കി മാറ്റിയാൽ നമുക്ക് ക്ലച്ച് ഇളക്കി എടുക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ സ്റ്റാർട്ടർ, ക്ലച്ച് കേബിള്, ഗിയറിൻ്റെ റോഡാണ്, ഒരു കേബിളല്ല, ഒരു റോഡും എൻഡിൻ്റെ സഹായത്തിലാണ് ഗിയർ ഷിഫ്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഗിയർ ഓയിലൊക്കെ ചോർത്തി ഇതിൻ്റെ മൗണ്ടിങ്ങും ക്രോസ് ബാറൊക്കെ ഇളക്കി നമ്മളിപ്പോൾ ഗിയർ ബോക്സ് ഇപ്പോൾ ഇളക്കിയെടുക്കും. ഇത്രയും ഭാഗങ്ങൾ ഇളക്കിയിട്ട് അങ്ങനെ നമ്മൾ ജോയിൻറ്റ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഇളക്കി എടുത്തിട്ടുണ്ട്, ജോയിൻ്റ് എന്ന് പറയും. അങ്ങനെ ചുറ്റു ബോൾട്ടൊക്കെ നമ്മൾ ഇളക്കി, ക്രോസ് ബാറൊക്കെ ഇളക്കി എഞ്ചിനിൽ ഒരു ജാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് സ്പീഡോമീറ്റർ സെൻസറും അതുപോലെ തന്നെ റിവേഴ്സിൻ്റെ സ്വിച്ചും വയറിങ് നമ്മൾ ഇളക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റർ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഒരു 17 എൻഡ് കൊടുത്തിട്ടുണ്ട്. എൻഡിലൊരു 17 ഒരു നെറ്റ് അത് ഇളക്കിയിട്ട് നമ്മൾ ചുറ്റു ബോൾട്ടൊക്കെ ഇളക്കി. ഇനി നമ്മളിപ്പോൾ ഗിയർ ബോക്സ് വെളിയിലെടുക്കും. ഇതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ക്രോസ് ബാർ, ഫൗണ്ടേഷൻ എന്ന് പറയും. ഗിയർ ബോക്സ് പിടിപ്പിച്ച് വയ്ക്കുന്ന ഫൗണ്ടേഷനാണ്. ക്രോസ് ബാറും നമ്മൾ ഇളക്കിയെടുത്തു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. എഞ്ചിനിൽ ജാക്കി വെച്ചു. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് ഊരിയെടുക്കാം. ചുറ്റുബോൾട്ടെല്ലാം ഇളക്കിയെടുത്തു, ഗിയർ ബോക്സ് ഊരിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉണ്ട്. 2 പേര് പിടിച്ച് നമ്മളിപ്പോൾ റാമ്പിൽ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ക്ലച്ച് അസംബ്ലിയുടെ അവസ്ഥ. ഇത് തീർന്നിട്ടുണ്ട്. നല്ലതുപോലെ നമുക്കറിയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫിംഗർ നല്ലതുപോലെ ബാക്കിലോട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്ത് തീർന്നിട്ടുണ്ടെന്ന്. ഇനി ഇതിൽ 6 ബോൾട്ടുകൾ വരും. 6 ബോൾട്ട് നമ്മൾ ഇളക്കിയെടുത്ത് ഇൻബാക്ടർ ഗണ്ണ് വെച്ച് 12ൻ്റെ ഒരു ബോൾട്ടാണ്, ഒരു ബോക്സ് വെച്ചിട്ട് നമ്മൾ 6 ബോൾട്ട് ഇളക്കിയെടുത്ത് നമ്മളിപ്പോൾ വെളിയിലോട്ട് എടുക്കും. എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് ഫിംഗറുകളുണ്ട്. ഈ ഫിംഗറുകൾ ടൈറ്റ് വരുമ്പോൾ നമുക്ക് ക്ലച്ച് നല്ല രീതിക്ക് പെഡലിൽ നല്ല ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഫിംഗറുകൾ ഏതെങ്കിലും ഒരു ഫിംഗർ, ഒരു 10-20 ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം ഒടിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഗിയർ ഒരു കാരണവശാലും വീഴത്തില്ല. സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഗിയർ ടൈറ്റ് ഉണ്ടെങ്കിൽ, അല്ല ക്ലച്ച് ടൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇളക്കി എടുത്തപ്പോൾ തന്നെ അതിൻ്റെ ഫ്ലൈ വീലിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. പൈലറ്റ് ബെയറിംഗ് ഒന്നും യാതൊരു വിഷയമില്ല. അപ്പോൾ ഈ ക്ലച്ചിൻ്റെ അവസ്ഥ ഉണ്ടോ ഗൈസ്? റിവേറ്റൊക്കെ നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്. ക്ലച്ച് മൊത്തം മട്ടമായിട്ടുണ്ട്. ഇത് ഒരു 95% പോയിട്ടുണ്ട്. ഇതിൻ്റെ പ്രഷർ പ്ലേറ്റിലുള്ള അവസ്ഥ ഉണ്ടോ? ഇതിൻ്റെ ഫിംഗറൊക്കെ നല്ല രീതിക്ക് തേഞ്ഞു പോയിട്ട് ക്ലച്ച് ഡിസ്ക് എന്ന് പറയുമ്പോൾ
പ്രഷർ പ്ലേറ്റിൻ്റെ ഭാഗത്ത് വരുന്ന ക്ലച്ച് ഡിസ്ക് നല്ല രീതിക്ക് തേഞ്ഞ് അതിൻ്റെ കട്ടി കുറഞ്ഞിട്ടുണ്ട്. ഇത് ക്ലച്ച് ഡിസ്ക് ഫ്രീ ആയിട്ട് വെറുതെ ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ പ്രഷർ പ്ലേറ്റിലോട്ട് ലോഡ് കൊടുക്കാതെ, പ്രൊപ്പല്ലർ ഷാഫ്റ്റിലോട്ട് ലോഡ് കൊടുക്കാതെ വീലിലോട്ട് കറങ്ങാൻ കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് വെല്ലോസിങ് കവർ ഗിയർ ബോക്സിൽ വരുന്ന ഇതിൻ്റെ റിലീസ് ബെയറിംഗ്. നമ്മളിപ്പോൾ മാറും. റിലീസ് ബെയറിംഗ് ചെറിയ നോയ്സ് ഉണ്ട് കറക്കി നോക്കിയപ്പോൾ. അപ്പോൾ ഇതിപ്പോൾ ഫ്ലൈ വീലാണ്. ഫ്ലൈ വീൽ നമ്മൾ നല്ല ക്ലീൻ ചെയ്തു, നല്ല പേപ്പറൊക്കെ പിടിച്ച് നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇത് ക്ലച്ചിൻ്റെ സ്റ്റഡിയാണ്. ഒരു 3 സ്റ്റഡി വരും, പിന്നെ 6 ബോൾട്ടും വരും. നല്ലതുപോലെ ക്ലീൻ ചെയ്ത് പേപ്പറൊക്കെ പിടിച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫ്ലൈ വീൽ റിംഗ് ആണ്. സ്റ്റാർട്ടർ എഞ്ചിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ പുതിയ ക്ലച്ച് എടുത്തിട്ടുണ്ട്. ക്ലച്ച് അസംബ്ലി ടാറ്റയുടെ ഒറിജിനൽ പാഴ്സാണ്, ജീനിയൻ പാഴ്സാണ്. ക്ലച്ച് ഡിസ്കും അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റും റിലീസ് ബെയറിംഗും ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ പഴയ പ്രഷർ പ്ലേറ്റും പുതിയ പ്രഷർ പ്ലേറ്റും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ ഡിസ്കിൻ്റെ വ്യത്യാസം നോക്കിക്കോളൂ. ഡിസ്ക് പല രീതിക്ക് കട്ടിയുണ്ട്. റിവേറ്റൊക്കെ അകത്തോട്ടാണ് ഇരിക്കുന്നത് പുതിയ ക്ലച്ചിൻ്റെ. അപ്പോൾ നല്ല കട്ടിയുണ്ട്. പഴയ ഡിസ്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. പഴയ ഡിസ്കും കട്ടി കുറഞ്ഞ് നല്ല ബ്ലേഡ് പോലെ ആയിട്ടുണ്ട്. പുതിയ ഡിസ്കിന് നല്ല രീതിയിൽ കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇടുമ്പോൾ പുതിയ ക്ലച്ചിന് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ ഫിംഗർ എല്ലാം കൂടി അകത്തോട്ട് പോകും. ഇപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് സെൻറ്റർ കറക്റ്റ് ചെയ്ത് നമ്മൾ സെൻറ്റർ ഇപ്പോൾ കറക്റ്റ് ചെയ്താലേ ഗിയർ ബോക്സ് മില്ലിങ് കറക്റ്റായിട്ട് കയറി പോകത്തുള്ളൂ, ടോപ്പ് ഗിയർ. അപ്പോൾ നമ്മൾ 6 ബോൾട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് സ്ക്രൂ ഡ്രൈവർ ഫ്ലൈ വീലിൽ പിടിച്ച് നല്ലതുപോലെ കറങ്ങാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ വെല്ലോസിങ് കവർ നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് പഴയ ഡസ്റ്റും കാര്യങ്ങളും ക്ലച്ചിൻ്റെ ഡസ്റ്റും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് ഇത് ക്ലച്ച് ഫിംഗർ ഫോർക്ക് ലിവറാണ്. ഇപ്പോൾ ഈ ഫോർക്ക് ലിവർ അഴിച്ചെടുത്താൽ മാത്രമേ റിലീസ് ബെയറിംഗ് ഊരിയെടുത്ത് പുതിയ റിലീസ് ബെയറിംഗ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോർക്ക് ലിവറിൽ ഒരു ബോൾട്ടും കാര്യങ്ങളെല്ലാം വരും. ബോൾട്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് ഗീസൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നമ്മളിപ്പോൾ റിലീസ് ബെയറിംഗ് പുതിയ റിലീസ് ബെയറിംഗ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഗിയർ ബോക്സ് എടുത്ത് കയറ്റി അതുപോലെ തന്നെ ഫോർക്ക് ലിവറും നമ്മളെ ബോൾട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു, അടിപൊളിയായിട്ടുണ്ട്. ഗിയർ ഓയിലും പുതിയ ഗിയർ ഓയിലും നമ്മളിപ്പോൾ ഇത് കൊണ്ടുകൂടത്ത് ഫില്ല് ചെയ്യും. അങ്ങനെ എല്ലാം നമ്മളിപ്പോൾ സെറ്റ് ചെയ്തു. ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്തു. ക്ലച്ച് കേബിൾ പഴയതാണ് നമ്മളിട്ടത്, വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ക്ലച്ച് കേബിൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ സെറ്റ് ചെയ്തു. കേബിൾ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ കേബിൾ ജസ്റ്റ് ഇടയ്ക്ക് മുമ്പ് മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്ലച്ച് ചവിട്ടി വയ്ക്കുമ്പോൾ നല്ല സ്മൂത്താണ്. പിന്നെ ഗിയറിൻ്റെ ഷിഫ്റ്ററും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ എല്ലാം സെറ്റ് ചെയ്തു. ഫൗണ്ടേഷൻ, സ്വിച്ചും കാര്യങ്ങളും, ചുറ്റു ബോൾട്ട് എല്ലാം ടൈറ്റ് ചെയ്തു, കേബിളും കൊടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് ചെക്ക് ചെയ്യുന്ന വെച്ചാൽ ഒരു സൈഡ് ജാക്കി വെച്ചിട്ട് ബാക്ക് വീലിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് ക്ലച്ച് ചവിട്ടി വെക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട്. അങ്ങനെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. നമുക്ക് ഓടിച്ച് നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ ക്ലച്ചൊക്കെ നല്ല സ്മൂത്തായിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടാണ് ഇപ്പോൾ വർക്കാവുന്നത്. ഇതിപ്പോൾ ഇനി ഹീറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് നോക്കാം. ഇനി നേരത്തെ പോയ തേരി ഒന്ന് എങ്ങനെ പോകുന്നതെന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി ചാടി നിൽക്കുന്നു. ആ ഒരു അവസ്ഥയിലാണ് പുതിയ ക്ലച്ച്. ഇപ്പോൾ പുതിയ ക്ലച്ച് ഇപ്പോൾ നമ്മൾ ആര് ഉപയോഗിച്ചാലും വണ്ടി ഇപ്പോൾ ചാടി ഒരു ഓഫാവും. കുറച്ചൊന്ന് സീറ്റിംഗ് ആവണം. അപ്പോൾ ഗായ്സ് ഇനി നമുക്ക് സ്ട്രൈറ്റ് റോഡും അതുപോലെ തന്നെ തേരിയൊക്കെ നേരത്തെ നോക്കിയതുപോലെ തന്നെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ തന്നെ വണ്ടി എടുക്കുമ്പോൾ തന്നെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി ഇങ്ങനെ ചാടി എടുക്കുന്ന അവസ്ഥയിലാണ്. നല്ല ഫുൾ ക്ലച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് ഗായ്സ്. അങ്ങനെ വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ നല്ല രീതിക്ക് വ്യത്യാസമുണ്ട്. നല്ല പവറും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല പുള്ളിങ് ഉണ്ട്. നേരത്തെ പോലെ അല്ല. അപ്പോൾ വണ്ടി ഇപ്പോൾ റൈസ് ആവുന്നൊന്നുമില്ല. വണ്ടി നല്ല പുള്ളിങ് ആയിട്ടുണ്ട്. വണ്ടി റൈസ് ആവുന്നുണ്ടെങ്കിലും ആ ഒരു രീതിക്ക് പുള്ളിങ് ആയിട്ട് നല്ല വണ്ടി കയറി പോകുന്നുണ്ട്. നേരത്തെ കംപ്ലൈന്റ് എല്ലാം മാറി നല്ല തേരിയൊക്കെ എന്ന് പറയുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് കയറി പോകുന്നുണ്ട്. ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ തേരിയിൽ റൈസായി വണ്ടി നിൽക്കും, വണ്ടി ഓടി പോകത്തില്ല. ആ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഗിയർ ഇപ്പോൾ ചേഞ്ച് ചെയ്ത് തേരി കയറി പോവുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ട് ഫസ്റ്റ് ഇട്ട് ഗിയർ ഇട്ട് തേരിയിൽ എടുത്താലും വണ്ടി മൂവായി പോകും. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നിങ്ങൾ ക്ലച്ച് മാറുന്നുണ്ടെങ്കിൽ സെറ്റായിട്ട് എല്ലാം മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ലാസ്റ്റ്. സെറ്റ് എന്ന് പറയുമ്പോൾ ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, പിന്നെ റിലീസ് ബെയറിംഗ്, ക്ലച്ച് കേബിൾ. ഇപ്പം ഇതിന് ക്ലച്ച് കേബിൾ കൊള്ളാം, വേറെ വിഷയങ്ങളൊന്നുമില്ല. ക്ലച്ച് കേബിൾ അതുകൊണ്ടാണ് മാറാത്തത്. നമ്മളിപ്പോൾ സെറ്റായിട്ടും ടാറ്റയുടെ ഒറിജിനൽ പാഴ്സ് തന്നെ നമ്മളിപ്പോൾ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും അതുപോലെ തന്നെ റിലീസ് ബെയറിംഗ് സെറ്റായിട്ട് വരുന്നത് കൊണ്ട് നമ്മളിപ്പോൾ സെറ്റായിട്ട് മാറി. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ഗിയർ ഓയിൽ കൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗിയർ ഓയിലും റിലീസ് ബെയറിംഗ്, ക്ലച്ച്, പിന്നെ ക്ലച്ച് കേബിളും കൂടി മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഒരുപാട് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം. പെട്രോൾ വണ്ടികളിലെ കാറുകളിൽ പൊതുവെ ക്ലച്ച് കേബിളൊക്കെ എന്ന് പറഞ്ഞാൽ ഡീസൽ വണ്ടികൾ ഹൈഡ്രോളിക് വഴിയാണ് വർക്കാവുന്നത്, സ്ലാഷ് സിലിണ്ടറൊക്കെ വഴി. അപ്പോൾ ഇതുപോലെ ടാറ്റ വണ്ടികൾ ചെറിയ ഏസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചില വാഹനങ്ങളിൽ കേബിൾ ആയിരിക്കും, ഡീസൽ വണ്ടികളിൽ കേബിൾ ആയിരിക്കും, ക്ലച്ച് കേബിൾ. അപ്പോൾ ക്ലച്ച് കേബിൾ ഇപ്പം നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ നല്ല സ്മൂത്താണ്. ഒന്ന് കാണിച്ചു കൊടുത്തു. നല്ല സ്മൂത്താണ്. നേരത്തെ കാലം നല്ല ടൈറ്റ് എല്ലാം മാറി. ക്ലച്ച് കേബിൾ അവർ ഇടയ്ക്ക് വെച്ച് ക്ലച്ച് കേബിൾ മാറ്റി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്ലച്ച് കേബിൾ മാറ്റാത്തത്. അപ്പോൾ ക്ലച്ച് കേബിൾ അതുപോലെ തന്നെ റിലീസ് ബെയറിംഗ്
ഗിയർ ഓയിൽ, ക്ലച്ച് അസംബ്ലി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ച് ചെയ്താൽ ഒരുപാട് കിലോമീറ്റർ ലാസ്റ്റ് ചെയ്യും. വണ്ടി വഴിയിലൊന്നും ആവാതെ വണ്ടി സുരക്ഷിതത്തോടെ നമുക്ക് ധൈര്യമാറ്റി എത്ര ലോങ് ഓടാൻ പറ്റുന്ന രീതിക്കാണ് നമ്മുടെ ഈ ഒരു ഏത് വാഹനമായാലും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഓടും. ഗൈസ്, അപ്പോൾ ഇത് കുത്തനുള്ള ഒരു കയറ്റമാണ്. ഈ കയറ്റം കൂടി നമുക്കിപ്പോൾ കയറി നോക്കാം. ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടുണ്ട്. ഈ നല്ല രീതിക്ക് റൈസ് ആവാതെ തന്നെ വണ്ടി കയറി പോകുന്നുണ്ട്. ക്ലച്ച് എല്ലാം കംപ്ലൈന്റ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര കിലോമീറ്റർ ധൈര്യമായിട്ട് കയറാം. ഒരു വിഷയമൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് കെയറിങ് വന്നിട്ടുണ്ട്. തേരിയൊക്കെ ഇനി എത്ര കിലോമീറ്റർ ഓണം. ക്ലച്ച് താങ്ങാതിരുതാ, താങ്ങിക്കഴിഞ്ഞാലും നമ്മൾ ഒരു ഗ്യാരണ്ടി ഇല്ല. ക്ലച്ച് താങ്ങാതെ ഓടിക്കുകയാണെങ്കിൽ ഒരു 10,000-50,000 1,00,000 കിലോമീറ്റർ വരെ നമുക്ക് ധൈര്യമായിട്ട്. ഇപ്പൊ നമ്മൾ തേരിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതൊരു വാഹനമായാലും കുത്തനെ കയറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ താഴ്ന്നേ ഫസ്റ്റ് ഗിയർ ഇട്ട് ക്ലച്ച് താങ്ങാതെ തന്നെ നമ്മൾ അതേ ഗിയറിൽ പോവുക. പിന്നെ അത്യാവശ്യ ഘട്ടം വന്ന് എതിരെ ഒരു വണ്ടി വന്നാലും നമുക്ക് സ്മൂത്ത് ആയിട്ട് നമ്മളൊരു ഹാൻഡ് ബ്രേക്ക് പിടിച്ചുകൊണ്ട് നമുക്ക് ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്ത് ഒരു സ്മൂത്ത് ആയിട്ട് ക്ലച്ച് താങ്ങാത്ത രീതിയിൽ വേണം നമുക്ക് റിലീസ് ചെയ്ത് ഏത് വാഹനമായാലും എടുക്കാൻ വേണ്ടി. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഏത് വണ്ടി ആയാലും ക്ലച്ച് താങ്ങിക്കൂടാ. അഥവാ നിങ്ങൾ താങ്ങിയേ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ലച്ച് താങ്ങിയതിന് ശേഷം വണ്ടി സ്മെല്ലും കാര്യങ്ങളും പുകയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറോളം വണ്ടി ഇട്ടതിന് ശേഷം മാത്രമേ വണ്ടി. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെ വണ്ടി ഇതുപോലെ പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ക്ലച്ച് താങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ചിന് സ്മെല്ലും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ ക്ലച്ചിന് പ്ലേ കുറയും, ക്ലച്ച് പെഡലിന് പ്ലേ കുറയും. പ്രഷർ പ്ലേറ്റിന്റെ ഫിംഗർ എല്ലാം കൂടി ബാക്കിലോട്ട് വരുമ്പോൾ ക്ലച്ചിന്റെ പ്ലേ കുറയും. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ വർക്ക്ഷോപ്പിൽ പോയി ക്ലച്ചിന് പ്ലേ ഇടണം. പ്ലേ എപ്പോഴും ഒരു കാൽഭാഗമോ അല്ലെങ്കിൽ ശകലമെങ്കിലും പ്ലേ വേണം ക്ലച്ചിന്. പ്ലേ ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ക്ലച്ച് ലാസ്റ്റ് ചെയ്യത്തില്ല. ക്ലച്ച് എത്രയും പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോകും. പിന്നെ ഓവറായിട്ട് റൈസ് ആയി തുടങ്ങും. ക്ലച്ച് ഫ്രീ ആയിട്ട് കിടന്ന് കറങ്ങി പോകും. അപ്പോൾ പ്ലേ എപ്പോഴും നിങ്ങൾ നോക്കിയിടണം. ഹൈഡ്രോളിക് ക്ലച്ചിലാണെങ്കിൽ ചില വാഹനങ്ങളിൽ ഒറ്റ സെറ്റിംഗ് ആയിരിക്കും, പ്ലേ ഇടാൻ കഴിയത്തില്ല. അപ്പോൾ കേബിൾ വരുന്ന വാഹനത്തിലാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പ്ലേ ഇട്ട് തന്നെ നമുക്ക് വണ്ടി ഓടാൻ കഴിയും. ആ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിന് കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ ക്ലച്ച് റൈസിങ്ങും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള കംപ്ലൈന്റ് വണ്ടി ജെർക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ക്ലച്ച് ബേസിങ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചേഞ്ച് ചെയ്യണം അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത്. ഇത് മാറ്റിയില്ലെങ്കിൽ ഗിയർ ബോക്സ് കംപ്ലൈന്റ് വരാം, ഫ്ലൈ വീൽ കംപ്ലൈന്റ് വരാം. അപ്പോൾ കോസ്റ്റുകൾ വളരെയധികം കൂടുതലാകും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ള വീഡിയോസ് ഇഷ്ടം പോലെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സെയ്ദ് ഷാജാൻ വാക്കുകൾ ചേർക്കുന്നു. ക്യാമറാമാൻ അനസിനോടൊപ്പം സെയ്ദ് ഷാജാൻ. ഓക്കെ, ബൈ, സീ യു.